ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗാർലിക് നാനാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ എടുത്തേക്കുന്നത് മൈദയാണ്. ഞാനൊരു 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് പാലാണ്, ഒരു 1/4 ഗ്ലാസ് പാല്. നമ്മുടെ കേരള പൊറോട്ടയുടെ അതേ കൂട്ടുകളൊക്കെയാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് നെയ്യും നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ പൊറോട്ടയുടെ അതേ കൂട്ടുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണേന്ന്. അതിന് വ്യത്യാസമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതിൻ്റെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെളുത്തുള്ളി കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയില്ലേ അതും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മുന്നേ ഇത് ഒക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 30 മിനിറ്റ് ഇത് ഒന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് സെറ്റ് ആവാനായിട്ട്. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ മുകളിലൊരു തുണി നനച്ചിടില്ലേ, അതുപോലെ തന്നെ നനച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആവാതെ നമുക്ക് കിട്ടും. കുറച്ചൊരു നനവോട് കൂടി തന്നെ കിട്ടും. ഇനി ബാക്കി പണിയൊന്നുമില്ലേ, നമുക്കിന്ന് ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഞാനിവിടെ മുക്കിയെടുക്കാനായിട്ട് മൈദാപ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മളിതിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ആ പലകയിലൊക്കെ ഒന്ന് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നുമില്ല, ചപ്പാത്തി പരത്തിയെടുക്കാം. ഈ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്കിതൊന്ന് വേവിച്ചെടുത്താൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പാനാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ കടകളിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അവർ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്തെടുക്കില്ലേ, അതുപോലെ ചുട്ടെടുക്കാണ്ടോ ചെയ്യാം. നമുക്കിത് വീട്ടിലായതുകൊണ്ട് നമുക്കിത് പാനിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ആ റൗണ്ട് കണ്ടില്ലേ, അത് നമ്മുടെ വെളുത്തുള്ളി പലകയും ഒട്ടിപ്പിടിച്ചതാണ് കേട്ടോ. നമുക്കിത് പാനിലിട്ടിട്ട് ഇതിന് ശേഷം നമുക്കിതുപോലെ നെയ്യൊന്ന് തുടച്ച് എല്ലായിടത്തേക്കും തേച്ച് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് അപ്പുറത്തേക്കും മറച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ ഗാർലിക് നാൻ കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കടയിലൊക്കെ പോയിട്ട് ശരിക്കും ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കുക, അതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കുക. താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.